എന്നെ വി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ മലയാള സിനിമ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കലെന്ന്. സത്യം പറഞ്ഞ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മിസ്റ്റർ മാടമ്പി നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. കാരണം നിങ്ങളെയൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ പേടിച്ചു, നിങ്ങൾ ആളെ പേടിച്ചിട്ടല്ല. നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയാണ് ചെയ്യണം. കാരണം ഏതാണ്ട് 100ഓളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ 100 പടം ചെയ്തതൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ തന്നെ ചെയ്തത്. സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു. ഇനി എനിക്ക് 2 പിള്ളേരെയും വളർത്തി മര്യാദയ്ക്ക് കുറെ കല്യാണമൊക്കെ ചെയ്ത് ഒരു 10-25 പിള്ളേരുടെ കൂടെ ജോലിയുണ്ട്. അപ്പൊ അവരെ എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കാം. എന്തായാലും ഇനി സിനിമയിൽ വന്ന് നടന്ന് കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ. കൂടെ നിന്നൊരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച്, ഒരു മനസാക്ഷിത്വം കാണിച്ച്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനെ ഒന്ന് സഹായിക്കണം, പാവമാണ്. ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ, നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാവരും സഹായിക്കേണ്ടത്. ഞാനത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ് കമ്മിറ്റി കൂടിയിട്ട് സൗകര്യമുള്ളപ്പോ ചെയ്യാന്ന്. പക്ഷെ എന്തായാലും നാളിതുവരെ ഇത് നടന്നിട്ട് ഏതാണ്ട് 6 മാസത്തിൽ കൂടുതലായി. ഈ നിമിഷം വരെ ആ പയ്യന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും തന്നെ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വെബ്കയുടെ യൂണിയനിൽ ഇട്ട് ഗ്രൂപ്പിലിട്ട് 500, 1000, 2000 രൂപ വീതം അവർ ഇട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു 15000 രൂപ ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട. ഇഷ്ടം പോലെ കല്യാണം അവർക്കുണ്ട്. ഞാൻ കല്യാണം എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്.